ഈ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊരു ആലോചനയാണ് അവിടെ നടക്കുന്നത്. ഈ ഇന്നലെ ലഭിച്ച സിഗ്നലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു സിഗ്നൽ ലഭിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ശേഷം ഒരു പുതിയ സിഗ്നൽ ലഭിക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നു. നിർണായകമായ സിഗ്നൽ, അത് ഏറ്റവും സ്ട്രോങ് ആയ സിഗ്നൽ എന്ന് തന്നെ ഈ ദൗത്യസംഘം പറയുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന ആലോചനയാണ്. തിരച്ചിലിലെ ഏറ്റവും പുതിയ ലീഡ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഈ മൺതിട്ടയാണ് എന്നതുകൊണ്ട് തന്നെ അത് പലതരത്തിലാകാം. ഒരു പക്ഷേ ഈ ലോറിയുടെ ക്യാബിനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോറിയുടെ ഏതെങ്കിലും ഭാഗമാണെങ്കിൽ അത് ഈ മൺതിട്ടയ്ക്ക് ഉള്ളിൽ കുടുങ്ങി പോയിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ഒരു സാധ്യത. അതായത് ഈ ലോറിയുടെ ഭാഗം വീണ് അതിനു മുകളിൽ ഈ അവശിഷ്ടങ്ങൾ വീണ്ടും ഉണ്ടായ മണ്ണിടിച്ചിലിൽ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ മൺതിട്ടയ്ക്ക് ഉള്ളിൽ ഇത് കുടുങ്ങി പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഈ മൺതിട്ടയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വെള്ളത്തിൽ കിടപ്പുണ്ടാകാം എന്ന രണ്ട് സാധ്യതകളാണുള്ളത്. ഇത് രണ്ടും പരിശോധിച്ചുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ച് കുറച്ചുകൂടി വ്യക്തമായ ഒരു സിഗ്നൽ ലഭിക്കുന്നതിനും വ്യക്തമായ വിവരം ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പരിശോധനയാകും നടത്തുക. ഇന്നലെ തന്നെ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിശോധന എന്ന് പറയുന്നത് തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. അതായത് മനുഷ്യ സാന്നിധ്യം, ശരീര സാന്നിധ്യം, ബോഡി ഹീറ്റ് ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു പരിശോധന നടത്തുകയാണ്. ഇന്നലെ നിർഭാഗ്യവശാൽ കണ്ടെത്തിയ 3 സ്പോട്ടുകളിൽ 2ഇടത്താണ് ദൗത്യസംഘത്തിന് പരിശോധന നടത്താനായത്. അതിൽ 2ലും ഇത്തരത്തിലൊരു മനുഷ്യ സാന്നിധ്യം, ബോഡി ഹീറ്റ് കണ്ടെത്താനായില്ല. രണ്ടാമത്തെ ഇടത്ത് പരിശോധന നടത്തുന്ന സമയത്താണ് ശക്തമായ മഴ പെയ്ത് ഡ്രോൺ പിൻവലിക്കേണ്ടി വന്നത്. പിന്നീട് 3ാമത്തെ സിഗ്നൽ ഉള്ളിടത്ത് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ വീണ്ടും ഈ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോഴാണ് പ്രദേശവാസി ഇത്തരത്തിലൊരു വാഹനം ഈ മൺതിട്ടയ്ക്ക് സമീപം മുങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന ഒരു സൂചന നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് ഡ്രോൺ ഉപയോഗിച്ച് ഇന്ന് വീണ്ടും പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഏറ്റവും സ്ട്രോങ് ആയ ഒരു സിഗ്നൽ ലഭിച്ചത്. അത് 4ാമത്തെ സിഗ്നലാണ്. നേരത്തെ കണ്ടെത്തിയ 3 ഇടങ്ങളിലല്ല, പുതിയൊരു സ്പോട്ടിൽ 4ാമത്തെ സ്പോട്ടിലാണ് ഈ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡൈവിങ്ങിനുള്ള ശ്രമമാണ് നേവി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുബഷീർ പി അക്ബറും ദീപക് മലയമ്മയും അർജുൻ കല്യാടും അവിടെ നിന്ന് ഷിരൂരിൽ നിന്ന് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, അവിടെ അങ്കോലയിൽ യോഗം തുടങ്ങിയിരിക്കുന്നു. അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണം തിരച്ചിലിൽ എന്ന് ആലോചിക്കുന്നതിനുള്ള യോഗം തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പോയ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ആ യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അവിടെയുള്ള കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ലോറി ഉടമയായിട്ടുള്ള മുബീനും, മനാഫിന്റെ സഹോദരൻ മുബീനും അവിടെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം ആശങ്ക അറിയിക്കുമെന്ന്, ഇതിന്റെ വിവരങ്ങൾ മന്ത്രിയുമായി സംസാരിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അർജുന്റെ ബന്ധു ജിതിനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അടുത്ത ഘട്ട തിരച്ചിൽ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ കൂടിയാലോചനയായിരിക്കും ഉണ്ടാവുക. ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയ ശേഷം മന്ത്രിയും സംഘവും ഷിരൂരിലേക്ക്, അതായത് ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്.